ഓക്കെ. അടുത്ത് കഴിഞ്ഞ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു ടോപ്പിക്കാണ് ഫാക്സ് ഡിവൈസ്. അപ്പോൾ നമ്മുടെ സിലബസിൽ ഇത് പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ പ്രിൻസിപ്പിൾ, ആപ്ലിക്കേഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ബേസിക് ഓവർവ്യൂ മാത്രമേ നമുക്ക് ഈ ഫാക്സ് ഡിവൈസസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഫാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഡിവൈസാണെന്ന് നോക്കണം. ഫ്ലെക്സിബിൾ AC ട്രാൻസ്മിഷൻ സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫാക്സ് എന്ന് പറയുന്നത്. ഫ്ലെക്സിബിൾ AC ട്രാൻസ്മിഷൻ സിസ്റ്റം. നമുക്ക് ഇതൊരു സെപ്പറേറ്റ് സബ്ജക്റ്റ് ആയിട്ട് തന്നെ മുഴുവൻ ടോപ്പിക്കും പഠിക്കാനുണ്ട്. നമുക്കിതിൻ്റെ ഒരു ഓവർവ്യൂ മാത്രമേ പവർ ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളൂ. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് വൺ, കൺവെൻഷണൽ AC ട്രാൻസ്മിഷൻ നമ്മൾ ചെയ്യുന്നത്. കൺവെൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്സ് ഡിവൈസസ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമുക്ക് പവർ ട്രാൻസ്മിഷൻ കേപ്പബിലിറ്റിയിലും എല്ലാം ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ട്രാൻസിയൻറ്റ് സ്റ്റെബിലിറ്റി, അതായത് നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഓഫ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വോൾട്ടേജ് സാഗേഴ്സ്, എല്ലാം പവർ ക്വാളിറ്റി ഇഷ്യൂസ്, പിന്നെ നമുക്ക് വേരിയസ് ഗ്രിഡുകളിൽ കണക്ട് ചെയ്യുമ്പോൾ കുറേ വോൾട്ടേജ് ട്രാൻസിയൻ്റ്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തെർമൽ ലിമിറ്റ്സ്, നമ്മൾ കൊടുക്കുന്ന കണ്ടക്ടറിൽ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് തെർമൽ ലിമിറ്റ് H=I²RT എന്ന് പറയുന്നത് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഓവർ ഹീറ്റ് വരുമ്പോൾ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഓരോ കണ്ടക്ടറിനും ബ്രേക്ക് ഔട്ട് വോൾട്ടേജ് ഉണ്ടാവും. ഇന്ന സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇത്ര കണ്ടക്ടറിൻ്റെ മേലെ വന്നു കഴിഞ്ഞാൽ വോൾട്ടേജ് ബ്രേക്ക് ആവുമെന്നൊക്കെ ഉണ്ടായിരുന്നു. സോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ള സമയത്ത് നമുക്ക് AC ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ളതിന് ചെറിയ കുറേ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ആ ലിമിറ്റേഷൻസ് കാരണം കൊണ്ട് നമുക്കിപ്പോൾ എക്സിസ്റ്റിംഗ് ട്രാൻസ്മിഷൻ സോഴ്സിൻ്റെ യൂട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ വളരെയധികം ലിമിറ്റഡ് ആയിരുന്നു. പിന്നെ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഫിക്സഡ് അല്ലെങ്കിൽ മെക്കാനിക്കൽ ടൈപ്പ് ഓഫ് സ്വിച്ചസ് ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് സീരീസ് അല്ലെങ്കിൽ ഷണ്ട് കപ്പാസിറ്റർ അല്ലെങ്കിൽ റിയാക്ടർ, സിങ്ക്രോണസ് ജനറേറ്റർ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു നമ്മൾ ഒരുവിധം ബാലൻസ് ചെയ്ത് കൊണ്ടുപോയത്. പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മെക്കാനിക്കൽ പാർട്സൊക്കെ ഉപയോഗിക്കുമ്പോൾ തന്നെ അതിൻ്റെ വിയർ ആൻഡ് ടിയർ, മെക്കാനിക്കൽ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്ന മൂവ്മെൻ്റ് ഉള്ള പാർട്സുകളെ നമ്മളെല്ലാം മെക്കാനിക്കൽ മൂവ്മെൻ്റുള്ള സാധനങ്ങളെല്ലാം നമ്മൾ മെക്കാനിക്കൽ സ്വിച്ചസ് എന്നാണ് പറയാം. ഇപ്പോൾ എക്സാമ്പിളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ലാബുകളിലൊക്കെ ഉപയോഗിക്കുന്ന TPST സ്വിച്ച് അല്ലെങ്കിൽ DPST സ്വിച്ചൊക്കെ ഇതൊക്കെ എന്തൊക്കെയാണ്, മെക്കാനിക്കലി ഉള്ള സ്വിച്ചസ് ആണ്. അപ്പോൾ നമുക്ക് ഡിസൈഡ് റെസ്പോൺസ് നമുക്ക് കിട്ടണമെന്നില്ല. സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ കുറേ സമയം എടുത്തതിന് ശേഷം മാത്രമായിരിക്കും അതിൻ്റെ റെസ്പോൺസ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇതൊക്കെ എന്തായിരുന്നു, സ്ലോ റെസ്പോൺസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഇങ്ങനത്തുള്ള ഡിസഡ്വാൻറ്റേജ് എല്ലാം നമ്മൾ റെക്ടിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരു സാധനമാണ് ഫാക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഫ്ലെക്സിബിൾ AC ട്രാൻസ്മിഷൻ സിസ്റ്റം. ഇത് നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടോപ്പിക്കും നല്ലൊരു ടോപ്പിക്കുമാണ് നമുക്കിവിടെ വരുന്നത്. അപ്പം ഇതിൽ എന്തൊക്കെ ഈ ഒരു ഫാക്സ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് നോക്കാം. സപ്ലൈ ഓഫ് എനർജി ഡിമാൻഡ് വിത്തൗട്ട് എക്സീഡിങ് ദി തെർമൽ ലിമിറ്റ്. നമ്മൾ തെർമൽ ലിമിറ്റ് എക്സീഡ് ചെയ്യാതെ തന്നെ അയച്ചുകൊണ്ട് നമ്മുടെ സിസ്റ്റത്തിൻ്റെ എഫിഷ്യൻസി കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ബ്ലാക്ക് ഔട്ട്സുകളൊക്കെ നിറയെ നടന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കുള്ള സ്റ്റെബിലിറ്റിയൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഗ്രിഡുകളൊക്കെ ഫെയിലിയറൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് കുറേയധികം ബ്ലാക്ക് ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഏരിയയിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള വോൾട്ടേജസ് നമുക്ക് ഇല്ലാതെ ആവുക, അപ്പോൾ വോൾട്ടേജ് സീറോ ആവുക, അങ്ങനെയുള്ളതിന് നമ്മൾ ബ്ലാക്ക് ഔട്ട്സ് എന്ന് പറയും. അപ്പം ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ വേണ്ടി നമ്മൾ കൊണ്ടുവന്നതാണ് ഫാക്സ് ഡിവൈസസ് എന്ന് പറയുന്നത്, ഫ്ലെക്സിബിൾ AC ട്രാൻസ്മിഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ പവർ സിസ്റ്റം കോർഡിനേഷൻ ബിറ്റ്വീൻ ജനറേഷൻ ആൻഡ് ഡിമാൻഡ് ഈസ് നെസസറി. അതായത് ഇപ്പോൾ നമുക്ക് DC ബാറ്ററിയിലൊക്കെ എനർജി സ്റ്റോറേജ് വെക്കുന്നതിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻ നമുക്ക് അതിന് കൂടുതലായിട്ടുള്ള വോൾട്ടേജ് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. സോ ഡിമാൻഡിനനുസരിച്ച് നമുക്ക് പ്രൊഡക്ഷൻ കൂട്ടണം. ഡിമാൻഡ് കുറയുന്നതോട് നമ്മൾ പ്രൊഡക്ഷൻ കുറയ്ക്കണം. അപ്പോൾ ഇതിന് നമ്മളൊരു സിങ്ക്രോൺ നടക്കണം. ഒരു സിങ്ക്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറേഷനും എത്ര നമുക്ക് ഡിമാൻഡ് ഉണ്ടോ അതിനനുസരിച്ചുള്ള ജനറേഷൻസ് നമുക്ക് ഉണ്ടായേ പറ്റുള്ളൂ. അപ്പോൾ ഡേ ബൈ ഡേ കടക്കുന്തോറും നമുക്ക് എന്ത് ചെയ്തു, ഇലക്ട്രിക്കലായിട്ടുള്ള എനർജീസും നമുക്ക് കൂടുതലായിട്ട് വന്നു. ഇപ്പം തന്നെ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ കൺവെൻഷനലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. നമ്മളിപ്പോൾ ബാറ്ററി ഉപയോഗിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാറ്ററി ഉപയോഗിക്കണം എന്നുണ്ടെങ്കിലും ബാറ്ററി നമ്മൾ ചാർജ് ചെയ്യണമെങ്കിലും നമുക്ക് എന്ത് വേണം, പവർ സപ്ലൈ വേണം. അപ്പോൾ എങ്ങനെയായാലും നമുക്ക് ഇലക്ട്രിക്കൽ എനർജി ഡിമാൻഡുകൾ ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജനറേഷൻ കൂട്ടുന്നതിനൊപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സിസ്റ്റത്തിൻ്റെ കോമ്പോണൻസിൻ്റെ മാക്സിമം എഫിഷ്യൻസി കണ്ടുപിടിക്കേണ്ട ഒരു ആവശ്യം കൂടെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ഈ ട്രാൻസ്മിഷൻ ലൈനിൻ്റെ എഫിഷ്യൻസി നമുക്ക് എങ്ങനെ കൂട്ടാമെന്ന് നോക്കിയിട്ടുള്ള റിസർച്ചിൻ്റെ ലാസ്റ്റ് ഫലമാണ് നമുക്ക് ഈ ഫാക്സ് ഡിവൈസസ് കണ്ടുപിടിച്ചത്. അപ്പോൾ ഈ ഫാക്സ് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് ദ ഡിവൈസ് യൂസ്ഡ് ടു ഇൻക്രീസ് ദ എഫിഷ്യൻസി ഓഫ് ദി ട്രാൻസ്മിഷൻ ലൈനിൻ്റെ എഫിഷ്യൻസിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കണ്ടുപിടിച്ച ഒരു കുറേ ടൈപ്പ് ഓഫ്
സ്വിച്ചസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഫാക്സ് ഡിവൈസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മെയിൻലി നമുക്ക് ഡീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പവറിനെ കുറിച്ചുള്ള ഒരു ചെറിയൊരു ഐഡിയ വേണം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായി നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയേണ്ടി വരും. നമുക്കിവിടെ ആക്റ്റീവ് പവർ ഉണ്ട്, റിയാക്റ്റീവ് പവർ ഉണ്ട്, അപ്പാരൻറ്റ് പവർ ഉണ്ട്. പവറിൽ 3 ക്ലാസിഫിക്കേഷൻസ് ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ആക്റ്റീവ് പവർ, റിയാക്റ്റീവ് പവർ, അപ്പാരൻറ്റ് പവർ. അപ്പോൾ ആക്റ്റീവ് പവർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ യൂസ്ഫുൾ പവർ ഓർ ട്രൂ പവർ ആണെന്ന് നമുക്കറിയാം, ദാറ്റ് വി വാണ്ട് ടു ട്രാൻസ്മിറ്റ്. അപ്പോൾ നമ്മളൊരു ട്രാൻസ്മിഷൻ നടത്തുമ്പോൾ നമ്മൾ മെയിൻലി നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഡിവൈസസ് പവർ ഏതെന്ന് പറഞ്ഞാൽ ആക്റ്റീവ് പവറാണ്. ബട്ട് ദ ലോഡ് കൺസിസ്റ്റ് ഓഫ് വേരിയസ് എനർജി സ്റ്റോർഡിങ് എലമെൻറ്റ് വിച്ച് കോസസ് ദ റിയാക്റ്റീവ് പവർ. നമുക്ക് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മോട്ടറാണ് നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ മോട്ടറിൽ നമുക്കറിയാം ഇറ്റ് വിൽ ബി ആൻ RLE ലോഡ് എന്ന് നമുക്ക് പറയാം. ബാക്ക് EMF കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ RLE ലോഡാണ്. അപ്പോൾ കോയിലുള്ളത് കൊണ്ട് ഇറ്റ് വിൽ ബി ആക്ട് ആസ് ആൻ ഇൻഡക്ടർ. ഇൻഡക്ടർ ഉപയോഗിക്കുന്നത് നമുക്കറിയാം പവർ ഫാക്ടറിൽ ഒരുപാട് വേരിയേഷൻസ് വരുന്നത് നമുക്കറിയാം. സോ ഇൻഡക്ടർ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ എനർജി സ്റ്റോറേജ് ഉള്ള കാര്യങ്ങളൊക്കെ അറിയാം. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമുക്ക് VI cos ഫൈയും വരാറുണ്ട്, VI sin ഫൈയും വരാറുണ്ട്. ഓക്കെ, ആക്റ്റീവ് കോമ്പോണൻറ്റും റിയാക്റ്റീവ് കോമ്പോണൻറ്റും. സോ ഇങ്ങനെ വരുന്ന കാരണം കൊണ്ട് നമുക്ക് എന്തായാലും ഒരു റിയാക്റ്റീവ് പവർ അവിടെ ജനറേറ്റ് ചെയ്യും. നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യണം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന ആക്റ്റീവ് പവറിൻ്റെ ഒപ്പം ആരും കൂടെ പോവും, റിയാക്റ്റീവ് പവറും കൂടെ വരും. അപ്പോൾ അങ്ങനെ റിയാക്റ്റീവ് പവർ ഉള്ളത് കാരണം കൊണ്ട് നമുക്കതിനെ ബാലൻസ് ചെയ്യണം. അപ്പോൾ ഇവിടെ 2 ടൈപ്പ് ഓഫ് റിയാക്റ്റീവ് പവറാണ് നമുക്കുള്ളത്. ഒന്ന് ഇൻഡക്റ്റീവ് ടൈപ്പും ഒന്ന് കപ്പാസിറ്റീവ് ടൈപ്പും. പിന്നെ റിയാക്റ്റീവ് പവർ നെസസറി ടു ബാലൻസ് ബിറ്റ്വീൻ ദ ഇൻഡക്റ്റീവ് റിയാക്റ്റീവ് പവർ ആൻഡ് കപ്പാസിറ്റീവ് റിയാക്റ്റീവ് പവർ. അപ്പോൾ ഇവിടെ നമ്മൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പവർ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ആക്റ്റീവ് പവറും ഉണ്ട്, റിയാക്റ്റീവ് പവറും ഉണ്ട്. സോ നമുക്ക് ഇതിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിയാക്റ്റീവ് പവറിൻ്റെ അളവ് നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ നമുക്ക് ആക്റ്റീവ് പവർ മുഴുവനായിട്ട് അതിലുള്ള ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചില സാഹചര്യങ്ങളിൽ നമുക്ക് റിയാക്റ്റീവ് പവർ കുറവുണ്ടാവും. ആ സാഹചര്യത്തിൽ നമുക്ക് ബാലൻസ് ചെയ്യാൻ വേണ്ടി റിയാക്റ്റീവ് പവറിനെ കൂട്ടേണ്ടി വരും. ചില സമയത്ത് റിയാക്റ്റീവ് പവർ വളരെ കൂടുതലാണെങ്കിൽ നമുക്ക് കുറയ്ക്കേണ്ടി വരും. സോ നമുക്ക് റിയാക്റ്റീവ് പവറിനെ കൂട്ടാനും റിയാക്റ്റീവ് പവറിനെ നമുക്ക് കുറയ്ക്കാനും നമ്മൾ വേണ്ടി കുറേ ഡിവൈസസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ആ ഡിവൈസസിൻ്റെ എല്ലാം ഒരു ഫൈനൽ നെയിമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഫാക്സ് ഡിവൈസസ് എന്ന് നമ്മൾ പറയാൻ പോകുന്നത്. സോ എന്തൊക്കെയാണ് ഫാക്സ് ഡിവൈസസ്, നീഡ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടു കൺട്രോൾ ദ റിയാക്റ്റീവ് പവർ ഫാക്സ് ഡിവൈസസ് ആർ നീഡഡ്. റിയാക്റ്റീവ് പവറിനെ കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആര് വേണം? ഫാക്സ് ഡിവൈസസ് വേണം. ടു ഇംപ്രൂവിങ് ദി പവർ ഫാക്ടർ, ഞാൻ നേരത്തെ പറഞ്ഞു നിറയെ മെഷീൻസ് നമ്മൾ ഉപയോഗിക്കുന്നു. ഇൻഡക്റ്റീവ് ലോഡ് ഉണ്ടാവും, പിന്നെ കപ്പാസിറ്റീവ് ലോഡുകൾ ഉണ്ടാവും. സോ ഇതെല്ലാം എന്ത് ചെയ്യും? പവർ ഫാക്ടറിനെ നന്നായിട്ട് ഡിപ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ പവർ ഫാക്ടറിനെ വേരി ചെയ്യിക്കുന്നത് നമുക്ക് നന്നായിട്ട് അറിയാം. സോ പവർ ഫാക്ടർ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ 0.8 മുതൽ 1 വരെയാണ് അതിൻ്റെ വാല്യൂ, ബെസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. സോ ഇതിനേക്കാൾ വാല്യൂ കുറയുകയോ ഇതിനേക്കാൾ വാല്യൂ കൂടുകയോ ചെയ്തു കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റിനെ അഫക്റ്റ് ചെയ്യും. സോ നമ്മളതിൻ്റെ ഒരു ലിമിറ്റഡ് വാല്യൂയിലേക്ക് കൊണ്ടു നിർത്താനും ഫാക്സ് ഡിവൈസസിന് ആവശ്യമാണ്. ഇറ്റ് വിൽ ഇൻക്രീസ് ദ സ്റ്റെബിലിറ്റി ഓഫ് ദ സിസ്റ്റംസ്. ഞാൻ നേരത്തെ പറഞ്ഞു ട്രാൻഷ്യൻറ്റുകൾ വരാറുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫാക്സ് ഡിവൈസ് ഉപയോഗിക്കുന്നു. പിന്നെ അതേ തന്നെ വോൾട്ടേജസ് വേരിയേഷൻസ് ഒരുപാട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പറയാം സിസ്റ്റം വിൽ ബി പ്രൊവൈഡിങ് ക്വാളിറ്റി ലെസ് പവർ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വി ഹാൻ എൻഹാൻസ് ദി ക്വാളിറ്റി ഓഫ് സപ്ലൈ നമുക്ക് കൊടുക്കാം. ഇൻക്ലൂഡ് ദ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ്. ഓക്കെ, നമ്മൾ നേരത്തെ ഈ ഒരു ഡിസ്റ്റൻസിൽ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി 100 റുപ്പീസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എഫിഷ്യൻസി കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന് സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് വളരെ കൂടും. സോ എഫിഷ്യൻസി ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ റെഡ്യൂസ് ദി കോസ്റ്റ്. അതാണ് നമ്മുടെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഡാംപ് ഓസിലേഷൻസ് എന്ന് പറഞ്ഞപ്പോൾ ഒരു സിസ്റ്റം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസ്പോൺസ് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും. കുറേ അബ്നോർമലായിട്ട് വരും, കുറേ കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്റ്റേബിൾ വാല്യൂയിൽ വരും. സോ അങ്ങനെ സ്റ്റേബിൾ വാല്യൂയിലേക്ക് നമുക്ക് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. സോ അങ്ങനെയുള്ള ഓസിലേഷൻസിന് സ്റ്റോപ്പ് ചെയ്യുക, ഡാമ്പ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, സ്റ്റോപ്പ് ചെയ്യാനും നമുക്ക് ഫാക്സ് ഡിവൈസസ് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഒന്നും കൂടെ ബ്രീഫായിട്ട് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഫാക്സ് എന്ന് പറയുന്ന ഒരു പവർ ഇലക്ട്രോണിക്സ് ബേസ്ഡ് സ്വിച്ചാണ്. പവർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഒരു വാസ്റ്റ് സബ്ജക്റ്റാണ്. അതായത് നമ്മൾ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മളൊരു +5 വോൾട്ട് അല്ലെങ്കിൽ -5 വോൾട്ട് അല്ലെങ്കിൽ +or-15 വോൾട്ട് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിനാണ് നമ്മൾ സാധാരണ ഇലക്ട്രോണിക്സ് എന്ന് പറയുക. പവർ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ഡീലിങ്സ് വിത്ത് ദ സംതിങ് വോൾട്ടേജസ് ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് സിഗ്നൽ വാല്യൂവിനേക്കാളും അല്ലെങ്കിൽ ഈ ഒരു ചെറിയ ലിമിറ്റേഷൻ ഓഫ് വാല്യൂവിൽ നിന്നും നമ്മൾ കൂടുതലായിട്ടുള്ള വോൾട്ടേജസ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് സ്വിച്ചസ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഡിവൈസസിനാണ് നമ്മൾ പവർ ഇലക്ട്രോണിക്സ് ഡിവൈസസ് എന്ന് പറയുന്നത്.
അപ്പോൾ ഫാക്സ് ഡിവൈസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പവർ ഇലക്ട്രോണിക്സ് ബേസ്ഡ് സ്വിച്ച്. മെയിൻലി പവർ ഇലക്ട്രോണിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന കുറച്ചധികം ഡിവൈസസ് എന്ന് പറയുന്നത് BJT വരുന്നുണ്ട്, SCR വരുന്നുണ്ട്, പിന്നെ അതേപോലെ മോസ്ഫെറ്റ്, പിന്നെ അതേപോലെ IGBT അങ്ങനെ തുടങ്ങിയ കുറേ ഡിവൈസസുകൾ നമുക്ക് വരുന്നുണ്ട്. മോസ്റ്റ്ലി നമ്മൾ ഉപയോഗിക്കുന്ന SCR ആണ്. പിന്നെ ഓരോന്നിനും ഓരോന്നായിട്ടുള്ള അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജും അനുസരിച്ച് നമുക്ക് അപ്ലിക്കേഷൻ അനുസരിച്ച് നമ്മൾ മാറ്റാറുണ്ട്. അപ്പോൾ ബേസിക്കായിട്ട് ഫാക്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ചോദിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാക്സ് ആർ ദി പവർ ഇലക്ട്രോണിക്സ് ബേസ്ഡ് ഡിവൈസ് വിച്ച് ഇംപ്രൂവ് ദ കൺട്രോളബിലിറ്റി ആൻഡ് ദി സ്റ്റെബിലിറ്റി ഓഫ് ദി സിസ്റ്റം. ഇതാണ് ബെസ്റ്റ് ഡെഫിനിഷൻ എന്ന് നമുക്ക് പറയുന്നത്. പിന്നെ IEEE എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണമെന്ന് ഇറ്റ് ഈസ് എ പവർ ഇലക്ട്രോണിക്സ് ബേസ്ഡ് സിസ്റ്റം ആൻഡ് അതർ സ്റ്റാറ്റിക് എക്യുപ്മെൻറ്റ്. സ്റ്റാറ്റിക് എന്നുള്ള വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഉപയോഗിക്കുന്ന ഇവിടുത്തെ ഫാക്സ് ഡിവൈസസിൽ മെക്കാനിക്കലി മൂവ്മെൻ്റ് ആയിട്ടുള്ള പാർട്സുകൾ വളരെ കുറവാണ്, അല്ലെങ്കിൽ ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. സോ പവർ ഇലക്ട്രോണിക്സ് ബേസ്ഡ് ആൻഡ് അതർ സ്റ്റാറ്റിക് എക്യുപ്മെൻറ്റ്സ് ദാറ്റ് പ്രൊവൈഡ് കൺട്രോൾ ഓഫ് വൺ ഓർ മോർ AC ട്രാൻസ്മിഷൻ സിസ്റ്റം. അതായത് ഇപ്പോൾ ഇതൊരു ട്രാൻസ്മിഷൻ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ഡിവൈസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലൈനിനെ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ ഒരു ഡിവൈസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ലൈൻ അറ്റ് എ ടൈം കൺട്രോൾ ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിവൈസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നോക്കുക, വൺ ഓർ മോർ AC ട്രാൻസ്മിഷൻ സിസ്റ്റം പാരാമീറ്റേഴ്സ്, വോൾട്ടേജ്, പവർ, ഇമ്പിഡൻസ് ടു ഇംപ്രൂവ് ദി കൺട്രോളബിലിറ്റി ആൻഡ് പവർ ട്രാൻസ്ഫർ കേപ്പബിലിറ്റി. ഇപ്പോൾ ഇവിടെ ഞാൻ 2 ലൈൻ കാണിച്ചു. അപ്പോൾ ഈ 2 ലൈനിൽ ഇപ്പോൾ നമുക്ക് ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലൈനിൻ്റെ വോൾട്ടേജ് കൺട്രോൾ ചെയ്യാം, ഇനി അല്ലെങ്കിൽ വേറൊരു ലൈനിൻ്റെ പവർ കൺട്രോൾ ചെയ്യാം, ഇമ്പിഡൻസ് കൺട്രോൾ ചെയ്യാം, കറണ്ട് കൺട്രോൾ ചെയ്യാം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റാം എന്നുള്ള സാധ്യത ഉള്ള ഡിവൈസിനെ നമ്മൾ ഫാക്സ് ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫാക്സിന് നമുക്ക് മേജറായിട്ട് എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഇൻക്രീസ് ദ ട്രാൻസ്മിഷൻ കപ്പാസിറ്റി. നമ്മൾ ഉപയോഗിക്കുന്ന ട്രാൻസ്മിഷൻ ലൈനിൻ്റെ കപ്പാസിറ്റി നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം. ആൻഡ് കൺട്രോൾ ദി പവർ ഫ്ലോ ഓവർ ദ ഡിസൈൻഡ് ട്രാൻസ്മിഷൻ ലൈൻ. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ട്രാൻസ്മിഷൻ ലൈനിലൂടെ ഫ്ലോ ആവുന്ന കറണ്ട് ഫ്ലോ നമ്മൾ ഡിസൈൻ ചെയ്ത രീതിയിൽ, നമ്മൾ കൺട്രോൾ ചെയ്ത രീതിയിൽ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റണം. പിന്നെ AC ട്രാൻസ്മിഷൻ സിസ്റ്റം ഇൻകോർപ്പറേറ്റ് പവർ ഇലക്ട്രോണിക്സ് ബേസ്ഡ് ആൻഡ് അതർ സ്റ്റാറ്റിക് കൺട്രോൾ ടു എൻഹാൻസ് ദി കൺട്രോളബിലിറ്റി ആൻഡ് പവർ ട്രാൻസ്ഫർ കേപ്പബിലിറ്റി. പറഞ്ഞ കാര്യം തന്നെയാണ് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം നന്നായിട്ട് ആലോചിച്ച് നോക്കുക, ഇറ്റ് ഈസ് യൂസ് ചെയ്ത് സ്റ്റാറ്റിക് കൺവേർട്ടേഴ്സ്. ഓക്കെ, സ്റ്റാറ്റിക് കൺവേർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ ഉപയോഗിക്കുന്ന ഏതായിരിക്കും? SCR ഒക്കെയാണ് നമ്മളവിടെ സ്വിച്ചസ് ആയിട്ട് ഉപയോഗിക്കുക. അപ്പം എന്തൊക്കെ ടൈപ്പ് ഓഫ് കോമ്പൻസേഷനാണ് അല്ലെങ്കിൽ വേണ്ടത്? ഇപ്പോൾ നമുക്ക് റിയാക്റ്റീവ് പവറാണ് ഇതിൽ മോസ്റ്റ്ലി നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ റിയാക്റ്റീവ് പവറിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കോമ്പൻസേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് ഉള്ളത് നോക്കാം. റിയാക്റ്റീവ് പവർ കൂടുമ്പോൾ ലോസ് കൂടും. അപ്പോൾ റെഡ്യൂസ് ദ ലോസ് അസോസിയേറ്റഡ് വിത്ത് ദ സിസ്റ്റം, ഇംപ്രൂവ് ദി പവർ ഫാക്ടർ, സിസ്റ്റം സ്റ്റെബിലിറ്റി കൂട്ടാൻ പറ്റും, വോൾട്ടേജ് റെഗുലേഷൻസ് നമുക്ക് കൂട്ടാൻ പറ്റും. അപ്പോൾ ഇതിൽ ബേസിക്കലി 2 ടൈപ്പ് ഓഫ് റെഗുലേഷൻസ് ആണ് അല്ലെങ്കിൽ കോമ്പൻസേഷൻ ആണ് വരുന്നത്. സീരീസ് കോമ്പൻസേഷൻ അല്ലെങ്കിൽ ഷണ്ട് കോമ്പൻസേഷൻ ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സീരീസ് ആൻഡ് ഷണ്ട് കോമ്പൻസേഷൻ വെച്ചിട്ട് നമുക്ക് കുറേ ടൈപ്പ് ഓഫ് ഫാക്സ് കൺട്രോളേഴ്സ് നമുക്കുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് സീരീസ് കണക്റ്റഡ് കൺട്രോളർ, രണ്ടാമത്തെ ഷണ്ട് കണക്റ്റഡ് കൺട്രോളർ, മൂന്നാമത്തെ കമ്പൈൻഡ് സീരീസ് കൺട്രോളർ, അത് കഴിഞ്ഞിട്ട് ഷണ്ട് സീരീസ് കൺട്രോളർ. ഓക്കെ, അപ്പോൾ ബേസിക്കലി നമുക്ക് 4 ടൈപ്പ് സാധനങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത്. ഇതിലെല്ലാത്തിനും ഓരോ എക്സാമ്പിളും ഓരോ ഡിവൈസുകളും ഉണ്ട്. അതൊക്കെ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ സീരീസ് കൺട്രോളർ. ഓക്കെ, അപ്പോൾ ഈ സീരീസ് കൺട്രോളറിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഡയഗ്രാം എന്താണെന്ന് നോക്കാം. ഇപ്പോൾ ഇതാണ് ഒരു ട്രാൻസ്മിഷൻ ലൈൻ. ഈ ഒരു ബ്ലാക്ക് ലൈനാണ് ട്രാൻസ്മിഷൻ ലൈൻ എന്ന് വിചാരിക്കുക. അപ്പോൾ ഇതിൻ്റെ നടുവിൽ ഫാക്സ് കൺട്രോളർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാർട്ടാണ് നമ്മൾ ഈ ഒരു ബ്ലോക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബ്ലോക്കിൽ ഈ ഒരു ട്രയാങ്കിളും ഈ ഒരു ലൈനും കാണിച്ചിരിക്കുന്നത് നമ്മുടെ ഒരു പവർ ഇലക്ട്രോണിക് കോമ്പോണൻ്റായ SCR ആണ്. SCR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, സിലിക്കോൺ കൺട്രോൾഡ് റെക്ടിഫയർ എന്ന് മാത്രമാണ് ഉള്ളത്. അതായത് ഇപ്പോൾ ബേസിക്കായിട്ട് നമുക്ക് ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കൺട്രോൾഡ് ഡയോഡെന്നോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഇപ്പോൾ ബേസിക്കായിട്ട് നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. അതായത് നമുക്ക് അതിലൂടെ വോൾട്ടേജ് ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരു ഗേറ്റ് എന്നൊരു ടെർമിനലിലൂടെ നമുക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഗേറ്റിനുള്ള ടെർമിനലൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടില്ലെങ്കിൽ പറയാം. നമുക്ക് ഈ ഒരു ഡിവൈസിലൂടെ എത്ര വോൾട്ടേജ് കടന്നു പോകണം, എപ്പോൾ കടന്നു പോകണം, എങ്ങനെ കടന്നു പോകണം എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഡിവൈസസിനെ അതിൻ്റെ ഫയറിംഗ് ആംഗിളിലൂടെ കൺട്രോൾ ചെയ്യാം. വാട്ട് ഈസ് മീൻ ബൈ ഫയറിംഗ് ആംഗിൾ എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈസ്
ഇപ്പോൾ സൈനസോയിഡൽ വേവ് ഫോമിൽ ഇതാണ് വേവ് ഫോം എന്ന് വിചാരിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഡിവൈസിനെ സെറ്റ് ചെയ്യണം. വിൽ ടേൺ ഓൺ ആഫ്റ്റർ ദ 60 ഡിഗ്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വേവ് ഫോമിൽ 60 ഡിഗ്രി വരെ ഈ ഷെയ്ഡ് ചെയ്ത പോർഷൻ നമുക്ക് ഔട്ട്പുട്ടിൽ ഉണ്ടാവില്ല, ബാക്കിയുള്ള റിമൈനിങ് ഭാഗം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. സോ ഈ രീതിയിൽ നമുക്ക് വോൾട്ടേജ് കൺട്രോൾ ചെയ്യാൻ പറ്റാവുന്ന ഒരു ഡിവൈസാണ് SCR എന്ന് മാത്രം തൽക്കാലം നമുക്ക് മനസ്സിലാക്കി വെച്ചാൽ മതി. സോ AC series controller is a variable impedance like a inductor or capacitor. നമുക്ക് അവിടെ എന്ത് ടൈപ്പ് ഓഫ് സാധനങ്ങൾ വേണമെങ്കിലും നമുക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യാം. ഇവിടെ കണ്ടോ, സീരീസ് കൺട്രോളർ ഈസ് എ വേരിയബിൾ ഇംപിഡൻസ് ലൈക്ക് കപ്പാസിറ്റർ, ഇൻഡക്ടർ ഓർ പവർ ഇലക്ട്രോണിക് സ്വിച്ചസ് or variables of variable source which can either means ഫ്രീക്വൻസി ഓർ സബ് ഹാർമോണിക് ഫ്രീക്വൻസി. അപ്പോൾ ഇവിടെ ഈ രണ്ടാമത്തെ പോയിൻ്റാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. സീരീസ് കൺട്രോളർ ഇൻജെക്ട് ദ വോൾട്ടേജ് ഇൻ സീരീസ് വിത്ത് ദി ലൈൻ. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഒരു സീരീസ് കൺട്രോളർ നമ്മൾ എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ട്രാൻസ്മിഷൻ ലൈനിലേക്ക് വോൾട്ടേജ് ഇൻജെക്റ്റ് ആണ് ചെയ്യാം. അപ്പോൾ ആസ് ലോങ് ആസ് ദ വോൾട്ടേജ് ഈസ് ഇൻ ഫേസ് ക്വാഡ്രേച്ചർ വിത്ത് ദി ലൈൻ കറണ്ട്, ഓക്കെ, രണ്ടും തമ്മിൽ ഫേസ് ക്വാഡ്രേച്ചർ ആയതുകൊണ്ട് ദ സീരീസ് കൺട്രോളർ ഓൺലി സപ്ലൈ ഓർ കൺസ്യൂം ദ വേരിയബിൾ റിയാക്റ്റീവ് പവർ. അപ്പോൾ ഈ ഒരു സീരീസ് കൺട്രോളർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ചെയ്യുക. ഇതിൽ വോൾട്ടേജ് ആണ് ഇൻജെക്റ്റ് ചെയ്യുന്നത്, ഇറ്റ് ഈസ് ഇൻജെക്റ്റഡ് വോൾട്ടേജ്. ആ ഇൻജെക്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒന്നെങ്കിൽ റിയാക്റ്റീവ് പവർ സപ്ലൈ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റിയാക്റ്റീവ് പവർ കൺസ്യൂം ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്കൊരു സീരീസ് കൺട്രോളർ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റുക. ദിസ് കൺട്രോളർ മേ ബി വേരിയബിൾ ഇംപിഡൻസ് ഓഫ് പവർ ഇലക്ട്രോണിക് സ്പേസ് വേരിയബിൾ സോഴ്സ്. എന്നിട്ട് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇപ്പോൾ സീരീസ് കൺട്രോളറിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൈരിസ്റ്റ് കൺട്രോൾ സീരീസ് കപ്പാസിറ്റർ നമ്മളിതിൻ്റെ അടുത്തിൽ ബ്രീഫായിട്ട് പഠിക്കുന്നുണ്ട്, TCSC പഠിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്റ്റാറ്റിക് സിങ്ക്രോണസ് സീരീസ് കോമ്പൻസേറ്റർ SSC. ഇതെല്ലാം ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള വർക്കിംഗ് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ടോപ്പിക്കും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിൽ ജസ്റ്റ് പ്രിൻസിപ്പിൾ മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രിൻസിപ്പിൾസും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും മാത്രമേ നോക്കുന്നുള്ളൂ. ഇനി അടുത്തത് ഷണ്ട് കപ്പാസിറ്റർ ആണെന്ന് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നോക്കാം. ഇതാണ് നമ്മുടെ ട്രാൻസ്മിഷൻ ലൈൻ മേലെ കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫാക്സ് കൺട്രോൾ ഇറ്റ് വിൽ ബി കണക്റ്റഡ് ഷണ്ട്. ഷണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാം, പാരലൽ രൂപത്തിലേക്ക് കണക്ട് ചെയ്യുന്നതാണ് നമ്മൾ ഷണ്ട് എന്ന് അറിയാം. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇറ്റ് വിൽ ഇൻജെക്റ്റ് ദി കറണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രാൻസ്മിഷൻ ലൈനിലേക്ക് ഷണ്ട് കപ്പാസിറ്റർ എന്താ ചെയ്യുന്നത്, കറണ്ട് ഇൻജെക്റ്റ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സീരീസ് കോമ്പൻസേറ്ററിൽ വോൾട്ടേജ് ഇൻജെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ഷണ്ട് കോമ്പൻസേറ്ററിൽ കറണ്ട് ആണ് ഇൻജെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വേണ്ട ഷണ്ട് കൺട്രോളർ ഇൻജെക്റ്റ് കറണ്ട് ഇൻ ടു ദി സിസ്റ്റം അറ്റ് ദി പോയിന്റ് ഓഫ് കണക്ഷൻ. നമ്മൾ എവിടെയാണോ കണക്ട് ചെയ്യുന്നത് ആ കണക്ട് ചെയ്യുന്ന ഭാഗത്തിൽ നമുക്ക് പവർ അല്ല കറണ്ട് നമുക്ക് ഇൻജെക്റ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഷണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യണം, അപ്പോഴേ നമ്മൾ ചെയ്ത സീരീസ് പോലെ തന്നെ ഇറ്റ് വിൽ ബി സപ്ലൈ ഓർ കൺസ്യൂം വേരിയബിൾ റിയാക്റ്റീവ് പവർ. ഒന്നെങ്കിൽ സപ്ലൈ ചെയ്യും, അല്ലെങ്കിൽ ആവശ്യമില്ലെങ്കിൽ റിമൂവ് ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെ ചെയ്യാൻ പോകണം, ഏതൊക്കെ ടൈപ്പ് ഓഫ് ഡിവൈസാണ് നമുക്ക് അതിനുള്ളതാണ് സ്റ്റാറ്റിക് വാർ കോമ്പൻസേറ്റർ അല്ലെങ്കിൽ സ്റ്റാറ്റിക് കോമ്പൻസേറ്റർ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും ഡിവൈസുകളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്, ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ എല്ലാം പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ സീരീസ് കൺട്രോളർ. ഓക്കെ, സീരീസ് കൺട്രോളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ട്രാൻസ്മിഷൻ ലൈൻ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇവിടുത്തെ എക്സാമ്പിളിൽ എന്തുണ്ട്, ഇവിടെ ഒരു ട്രാൻസ്മിഷൻ ലൈൻ ഉണ്ട്, ഇവിടെ ഒരു ട്രാൻസ്മിഷൻ ലൈൻ ഉണ്ട്. വി ഹാവ് 2 ട്രാൻസ്മിഷൻ ലൈൻ. അപ്പോൾ ഈ രണ്ട് ട്രാൻസ്മിഷൻ ലൈനിലും നമുക്ക് ഈ ഡിവൈസസ് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് സീരീസ്ലി വോൾട്ടേജ് ഇൻജെക്റ്റോ അബ്സോർബോ ചെയ്തിട്ട് റിയാക്റ്റീവ് പവറിനെ നമുക്ക് അബ്സോർബോ ഇൻജെക്റ്റോ നമുക്ക് ചെയ്യാം. അങ്ങനെയുള്ള ഒരു ഡിവൈസാണ് IPFC എന്ന് പറയുന്നത്. ഓക്കെ, IPFC എന്ന് പറയുന്നതാണ് നമുക്കൊരു സീരീസ് കൺട്രോളർ എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ സീരീസ് ഷണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിവൈസ് സീരീസിലും കണക്ട് ചെയ്തിട്ടുണ്ടാകും, ഒരു ഡിവൈസ് പാരലലിലും കണക്ട് ചെയ്തിട്ടുണ്ടാകും. അവിടെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം, ഇറ്റ് വിൽ ബി കണക്റ്റഡ് ഇൻ സീരീസ്. ഇതാണ് നമ്മുടെ ട്രാൻസ്മിഷൻ ലൈൻ, അതിൽ സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇനിയർ ലൈൻ എന്ന് പറയുന്നത് കറണ്ട് ഇൻജെക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതാണ് ഉള്ളത്. അപ്പോൾ ഒരെണ്ണം സീരീസിലും ഒരെണ്ണം ഷണ്ടിലും കണക്ട് ചെയ്തിരിക്കുന്ന ടൈപ്പ് ഓഫ് ഇതിനെയാണ് നമ്മൾ സീരീസ് ഷണ്ട് കൺട്രോളർ എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള എക്സാമ്പിളാണ് UPFC എന്ന് പറയുന്നത്. അതിനകത്ത് ഇതിന് പറയുന്ന IPFCയും ഇതിന് UPFC ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ബേസിക് ചിത്രം എന്ന് പറയുന്നത്. തൈരിസ്റ്റർ കൺട്രോൾഡ് സീരീസ് കപ്പാസിറ്റർ, സ്റ്റാറ്റിക് വാർ കോമ്പൻസേറ്റർ, സ്റ്റാറ്റിക് സിങ്ക്രോണസ് കോമ്പൻസേറ്റർ, സ്റ്റാറ്റ്കോം, സീരീസ് ഷണ്ട്, സീരീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റർലൈൻ പവർ ഫ്ലോ കൺട്രോളർ, യൂണിഫൈഡ് പവർ ഫ്ലോ കൺട്രോളർ.
ഓക്കെ. അപ്പോൾ തൈരിസ്റ്റർ ബേസ്ഡ് കൺട്രോളർ എന്ന് പറയുന്നത് TCSC, SVC ഇതൊക്കെയാണ് നമുക്കുള്ളത്. പിന്നെ VSC ബേസ്ഡ് ഫാക്സ് കൺട്രോളർ എന്ന് പറയുന്നത് SSC, സ്റ്റാറ്റ്കോം, UPFC, IPFC ഒക്കെയാണ് നമുക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ സീരീസ് കോമ്പൻസേറ്റേഴ്സ് നമുക്ക് ഏതൊക്കെ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ സീരീസ് കോമ്പൻസേറ്റർ എന്ന് പറഞ്ഞെങ്കിൽ തൈരിസ്റ്റർ കൺട്രോൾഡ് സീരീസ് കപ്പാസിറ്റർ. ഓക്കെ, ഇത് ഏകദേശം വർക്കിംഗ് ഒക്കെ ഒരേപോലെ തന്നെ ഉണ്ടാവും. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം, പെട്ടെന്ന് നോക്കിയിട്ട് പോകാം. തൈരിസ്റ്റർ കൺട്രോൾഡ് സീരീസ് കപ്പാസിറ്റർ ഉണ്ട്, തൈരിസ്റ്റർ കൺട്രോൾ സീരീസ് റിയാക്ടർ ഉണ്ട്, തൈരിസ്റ്റർ കൺട്രോൾ സീരീസ് കപ്പാസിറ്റർ ഉണ്ട്, സ്റ്റാറ്റിക് സിൻക്രോണസ് സീരീസ് കോമ്പൻസേറ്റർ ഉണ്ട്. ഓക്കെ, ഇതൊക്കെ ഏതിൻ്റെ അണ്ടറിൽ വരുന്നത്? സീരീസിൽ വരുന്നതാണ്. ഷണ്ടിൽ വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ സ്റ്റാറ്റിക് വാർ കോമ്പൻസേറ്ററിൽ തൈരിസ്റ്റർ കൺട്രോൾഡ്, തൈരിസ്റ്റർ സ്വിച്ച് കൺട്രോൾഡ്, തൈരിസ്റ്റർ സ്വിച്ച്ഡ് റിയാക്ടർ. ഓക്കെ, എല്ലാം ചെറിയ ചെറിയ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. പിന്നെ സ്റ്റാറ്റിക് സിൻക്രോണസ് കോമ്പൻസേറ്റർ, സ്റ്റാറ്റ്കോം എന്ന് പറയുന്നത്. പിന്നെ സീരീസ് കൺട്രോളറിലാണ് നമ്മൾ IPFC ഉപയോഗിക്കുന്നത്, സീരീസ് ഷണ്ടിലാണ് നമ്മൾ UPFC ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത്രയും മതി ഇന്നത്തെ ക്ലാസ്സിൽ. ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാം.